അച്ചാച്ചൻ്റെ വൃത്തികെട്ട സ്വഭാവം മാറ്റുവാൻ വേണ്ടിയിട്ട് അന്ന് എൻ്റെ അമ്മമ്മേനെ കൊണ്ട് എൻ്റെ അച്ചാച്ചനെ കല്യാണം കഴിപ്പിച്ചു. ഈ അമ്മമ്മേൻ്റെ ശാപം കൊണ്ടല്ലേ എനിക്ക് പെണ്ണ് കിട്ടാതെ ഇപ്പോൾ. എല്ലാം റെഡിയാവും. ഇവിടെ എവിടെയെങ്ങാനാ ലൊക്കേഷൻ കാണിക്കുന്നത്? വീട് എവിടെയാ? നിങ്ങൾ കുറേ നേരമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. എന്താ സംഭവം? ചേട്ടാ ഞങ്ങൾ ഈ കുന്നുമ്മലി രമേശനില്ലേ, രമേശൻ അന്വേഷിച്ചു വന്നതാ. ഞാൻ അന്നേരം ഇവിടെ മതി എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന്. രമേശ് ഇഞ്ച പെങ്ങളെ കാണും പെണ്ണുണം വന്നില്ല. ഓൻ ഞായറാഴ്ച പെണ്ണുണം പോക്കുന്നു. ഉള്ള കാര്യം ഞാൻ പറഞ്ഞല്ലേ, പണിക്ക് പോവില്ല. കുടി എല്ലാ സ്വഭാവം. ചേട്ടാ എന്റെ പെങ്ങളെ ഇഞ്ച പെങ്ങളല്ല എൻ്റെ മോനെ. ഇഞ്ച മോൻ കണ്ടാൽ അറിയാം പെൺകുട്ടി നല്ല മുഞ്ചുള്ള പെൺകുട്ടിയായിരിക്കും. ഓളെ കിരട്ട് കൊണ്ടുപോയി താത്തുന്നതിൽ നല്ലത് എനിക്ക് വേറെ ആരെയും കെട്ടിച്ചു കൊടുക്കല. ഇവനെ നോക്ക്, കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല നാട്ടിൽ. പച്ചെങ്കിൽ പണിക്ക് ഒരു ദിവസം വിടാണോ പണിക്കൂ. ഇവനെ ഏൽപ്പിച്ചു കൊടുക്ക്. ഞാൻ അതിനെപ്പറ്റി ഇത്തുന്നേരം പറഞ്ഞു കൊടുക്കുന്നത്. ചേട്ടാ നിങ്ങൾ എന്തായി പറയുന്നത്? രമേശൻ്റെ വണ്ടീൻ്റെ അടവ് തെറ്റിയിട്ടുണ്ട്. ഞങ്ങൾ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വന്നതല്ല. അതുപോലെ വേറെ ആളും കൂടി ഉണ്ട്. ചേട്ടൻ അറിയോ? ആരായി? പറമ്പത്ത് സജീവേ. പറമ്പത്ത് സജീവനും അറിഞ്ഞൂടെ? ഞാനല്ലേ?